ഹലോ ഡിയർ ഫ്രണ്ട്സ്, നമുക്കിന്നൊരു ഫിഷ് ഫ്രൈ ആയാലോ. നമുക്ക് ഇട്ടിരിക്കുന്ന മീൻ ഇന്ന് നങ്കാണ്. മാന്തൽ, നങ്ക് അല്ലെങ്കിൽ സോൾട്ട് ഫിഷ് എന്നൊക്കെ ഇതിന് പേര് പറയാറുണ്ട്. അപ്പം നല്ല രീതിയിൽ അതിൻ്റെ തൊലിയൊക്കെ ക്ലീൻ ചെയ്തിട്ട് നമ്മൾ മീൻ വൃത്തിയാക്കി കഴുകി എടുത്തിട്ടുണ്ട്. അപ്പം അത് അരപ്പിന് വേണ്ടിയിട്ട് നമുക്ക് കറിവേപ്പില എടുത്തു, കാശ്മീരി ചില്ലി പൗഡർ എടുത്തു, കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, നമ്മൾ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളിയുണ്ട്, കുറച്ച് കുരുമുളക്. അപ്പോൾ ഇതെല്ലാം നല്ല രീതിയിൽ ഈ ഒരു മീനിലേക്ക് തേച്ച് പിടിപ്പിച്ച് മാരിനേറ്റ് ചെയ്തിട്ട് വേണം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മസാല ആയിട്ട് എടുക്കാനുള്ള പോർഷൻസ് ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ഈ പറയുന്ന ചെറിയുള്ളി, വെളുത്തുള്ളി, ഉപ്പ്, കുരുമുളക് ഇതെല്ലാം ഇട്ടു. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് 2 കഷ്ണം ഇഞ്ചി കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നല്ല പേസ്റ്റ് പോലെ നന്നായിട്ട് അരച്ചെടുക്കുക. അധികം വെള്ളമൊന്നും ചേർക്കണമെന്നില്ല, അത്യാവശ്യം നല്ല രീതിയിലൊന്ന് പേസ്റ്റാക്കി എടുത്താൽ മതി. അതിനുശേഷം നമ്മൾ ചെറിയ പീസസായിട്ട് മീനെ കട്ട് ചെയ്ത് വെച്ചു. അപ്പോൾ അതിൽ ചെറിയ രീതിയിലൊന്ന് വരഞ്ഞു കൊടുക്കുക. ഒത്തിരി നമുക്കങ്ങനെ അല്ലാത്ത മീൻ ചെയ്യുന്ന പോലെ വരഞ്ഞെടുക്കാൻ പറ്റില്ല, കാരണം അത്ര കട്ടിയുള്ള മീനല്ല, തീരെ തിന്നായിട്ടുള്ളൊരു മീനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പറ്റണ പോലെ വരഞ്ഞെടുക്കുക. അതിനുശേഷം ഓരോ പീസിലേക്കും നല്ല രീതിയിൽ തന്നെ നമ്മൾ ഈ മുളക് നമ്മുടെ പേസ്റ്റാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കുക. അത് എല്ലാത്തിലും നല്ല രീതിയിൽ തേച്ച് പിടിപ്പിച്ച് വേണം നമ്മളത് എടുക്കാനായിട്ട്. അപ്പോൾ ഓരോ പീസസായിട്ട് എടുത്ത് അത് നല്ല രീതിയിൽ ആ പേസ്റ്റ് നമുക്ക് അരച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു മീനിൻ്റെ മാരിനേഷൻ ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമുക്ക് എന്ത് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാലും ആ ഫിഷ് ഫ്രൈ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് മീൻ നല്ല ഫ്രഷ് ആയിരിക്കണം, അതിനോടൊപ്പം തന്നെ നമ്മളതിൽ കൊടുക്കുന്ന മാരിനേഷൻ ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അതിൽ പാകത്തിന് ഉപ്പായിട്ടുണ്ടോ അല്ലെങ്കിൽ നമ്മുടെ എരിവ് പാകത്തിനാണോ എന്നുള്ള കാര്യങ്ങൾ, അതോടൊപ്പം നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളി, കറിവേപ്പില അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചേർത്തൊന്ന് അരച്ചെടുത്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ടേസ്റ്റ്. അതിനുശേഷം നമ്മളിത് കുറച്ച് നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. നമ്മളൊരു പാത്രം വെച്ചിട്ട് മൂടി വെക്കും. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ വാഴയില കിട്ടിയുണ്ട്, വാഴയില വെച്ച് നമ്മൾ മൂടി വെച്ചു. ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യും. അതിനുശേഷം നമ്മൾ നല്ലൊരു പാനിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. വെളിച്ചെണ്ണയിൽ തന്നെ നമ്മൾ കറികളൊക്കെ പാകം ചെയ്യുന്നതാണ് ടേസ്റ്റ്. അപ്പോൾ വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുത്തു. അതിനുശേഷം മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് നമ്മൾ എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ ഒത്തിരി കട്ടിയില്ലാത്ത മീനായതുകൊണ്ട് തന്നെ ഒത്തിരി ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ മീൻ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ വെളുത്തുള്ളി, ഇഞ്ചി, ഉള്ളിയൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ അരപ്പിൻ്റെ ഇത് വെച്ചിട്ടും ചെറിയ രീതിയിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പിടിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒത്തിരി ഹൈ ഫ്ലെയിമിലിടാതെ ചെയ്യുക, ഒരു മീഡിയം ടു ഹൈ അതിൻ്റെ ഒരു മിഡിലായിട്ടിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പോൾ നമ്മൾ പാകത്തിന് എണ്ണ ചൂടായ ശേഷം മാത്രമേ മീൻ ഇട്ട് കൊടുക്കാവുള്ളൂ, അല്ലെങ്കിൽ ഒത്തിരി എണ്ണ കുടിക്കും. അതോടൊപ്പം തന്നെ നമുക്ക് എണ്ണ ഒത്തിരി ചിലവായി പോകാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ നന്നായി മീനൊക്കെ വറുത്തെടുത്ത് ഒരു പ്ലേറ്റിലേക്ക്, സെർവിങ് പ്ലേറ്റിലേക്ക് നമ്മൾ മാറ്റി. അപ്പോൾ ഇത് വളരെ ടേസ്റ്റി ആയിട്ടും ക്വിക്കായിട്ടും നമുക്ക് പ്രിപ്പയർ ചെയ്യാം. എല്ലാവരും ട്രൈ ചെയ്യുക. താങ്ക് യു.